മകരവിളക്കിനായി സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പുഴ സംഘവും താളാത്മകമായി ആലങ്ങാട് സംഘവും ചുവടുവെക്കും. അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുക. ഉച്ചയ്ക്ക് 12-ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങും. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ച കഴിഞ്ഞ് 3-ന് നടക്കും. പേട്ട ശാസ്താ ക്ഷേത്രത്തിൽ തിടമ്പ് പൂജിച്ച ശേഷമാണ് പേട്ടതുള്ളൽ തുടങ്ങുക. എരുമേലി നൈനാർ മസ്ജിദിലെത്തുന്ന അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തെ പുഷ്പങ്ങൾ വിതറി മസ്ജിദിലേക്ക് ആനയിക്കും. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളുക. യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് ആർ മേനോന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ആലങ്ങാട് യോഗം ശബരിമല സ്വാമി ഭക്തജന സംഘം, ശബരിമല ധർമ്മശാസ്ത്ര ആലങ്ങാട് യോഗം ട്രസ്റ്റ്, ശബരിമല അയ്യപ്പസ്വാമി ടെമ്പിൾ കുന്നുകര എന്നിവയുടെ 15 പേർ വീതം 4 വിഭാഗങ്ങളിലായി 61 പേരാണ് പേട്ടതുള്ളുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. മകരവിളക്ക് ദിവസമായ ജനുവരി 14 30,000 പേർക്ക് ദർശനത്തിന് വെർച്വൽ ക്യൂ വഴിയും അനുമതി ഉണ്ടാകൂ. 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കടത്തിവിടും. 13-ന് 35,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരമൊരുക്കുക. 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് കടത്തിവിടാനാണ് കോടതിയുടെ ഉത്തരവ്. അതിനുശേഷമുള്ള ജനുവരി 15 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി 50,000 പേരെയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗായും നിജപ്പെടുത്തിയിട്ടുണ്ട്. മകരജ്യോതി ദർശനത്തിനുള്ള വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും വേണ്ട ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം.